നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. BU സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ഫോൺ പിടിച്ചത് ലഹരിക്കടത്തു കേസിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്ന്. ഫോൺ എങ്ങനെ സെല്ലിലെത്തിയെന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. കൂനത്തറ കവളപ്പാറ പാതയോരത്തെ വയലിൽ കക്കൂസ് മാലിന്യം. വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ രാത്രിയിൽ. അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികളുടൻ പിടിയിലാകുമെന്ന് സൂചന. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. വിളക്കുകൾ സ്ഥാപിക്കുക MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച്. 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കും. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ സമീപത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. അനധികൃത വാഹന പാർക്കിംഗ് മൂലം ചെളിക്കുളമായ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയെന്ന് പരാതി. മൈതാനം മതിൽ കെട്ടി സംരക്ഷിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ. നിരത്തുകൾ ആരോഗ്യ സൗഹൃദമാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സൈക്കിൾ ട്രാക്ക് നടപ്പാത പദ്ധതി പാളി. പാലക്കാട്ട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി നിലച്ചത് അധികൃതരുടെ നിരുത്തരവാദ സമീപനം മൂലം. വാർത്തകൾ വിശദമായി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ലഹരിക്കടത്തിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്നാണ് ഫോൺ പിടിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. D ബ്ലോക്കിലെ 29-ാം നമ്പർ സെല്ലിലായിരുന്നു അനീഷ്. സെല്ലിനു മുന്നിലൂടെ പോയ ഉദ്യോഗസ്ഥന് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ഫോൺ കണ്ടെടുത്തത്. സംഭവത്തിൽ വിയ്യൂർ പോലീസ് കേസെടുത്തു. ഫോൺ എങ്ങനെ സെല്ലിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തടവുകാരനിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തതോടെ ജയിലിൽ പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂനത്തറ കവളപ്പാറ റോഡിനോട് ചേർന്ന് വയലിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. അർദ്ധരാത്രിയാണ് വൻതോതിൽ മാലിന്യം തള്ളിയത്. ഇതിലൂടെ മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ഗതികേടിലെന്ന് ജനങ്ങൾ. കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കും കവളപ്പാറ ത്രാങ്ങാലി ഷൊർണൂർ ഭാഗങ്ങളിലേക്കും പോകുന്ന റോഡാണിത്. രാത്രിയിൽ പ്രദേശത്തെ വയലിൽ വ്യാപകമായ കക്കൂസ് മാലിന്യം തള്ളിയതോടെ മൂക്കുപൊത്തി വേണം ഇതിലെ യാത്ര ചെയ്യാൻ. ഇതിനു മുമ്പും ഇവിടെ മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും പ്രദേശത്തെ വയലുകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. കൂനത്തറ ആര്യങ്കാവ് മേഖലയിൽ ഇത് സ്ഥിരമായിട്ട് ഇവിടെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ കക്കൂസ് മാലിന്യം തോന്നുന്നു കൊണ്ട് തള്ളിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കാണുമോ ഇല്ലെന്ന് അറിയാതെ ഇത് സ്ഥിരം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് തന്നെ കുറേ ലോഡ് കണക്കുകൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് അധികൃതരും അതിൻ്റെ മെമ്പർമാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വ്യാപാരി വ്യവസായികൾക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന രീതിയിലാണ്. കാരണം ഇത് എവിടെ നിന്നാണ് കൊണ്ട് തള്ളുന്ന ആർക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ കൂനത്തറ വ്യാപാരികൾ അതിനകത്ത് പങ്കാളിയാണെന്നുള്ള രീതിയിലൊക്കെ വറ്റിത്തീർക്കാനുള്ള ശ്രമം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പോലീസ് അധികാരികളും പഞ്ചായത്തും ചേർന്ന് ഇത് കണ്ടുപിടിച്ചതിന് പരിഹാരം കാണണം. ഇതിന് മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് മാത്രം പറയുകയാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കവളപ്പാറ ഷൊർണൂർ റോഡിൽ സ്ഥാപിച്ച CCTVയുടെ തൊട്ടപ്പുറത്താണ് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയിലും അടുത്ത വീടുകളിലെ ക്യാമറകളിലും വാഹനത്തിൽ മാലിന്യം തള്ളുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വാണിയംകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കറണ്ട് പോയ സമയത്താണ് ഇതുപോലെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത്. റോഡരികിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. ഈ മഴക്കാലത്താണ് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും പഞ്ചായത്തും അതിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏകദേശം ആരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ വലിയ നടപടി ഉണ്ടാവും. ഏകദേശം ഇപ്പോൾ ഈ CC ക്യാമറയിൽ പരിശോധിച്ചപ്പോൾ അതിനകത്ത് വാഹനം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ MCF വിപുലീകരണ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. 18 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്.
22 വാർഡുകളുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണം വലിയ തോതിലാണ് നടക്കുന്നത്. നിലവിൽ വാടാനം കൃഷിയിലുള്ള പഞ്ചായത്തിന്റെ MCF കെട്ടിടത്തിൽ സ്ഥലപരിമിതികൾ വളരെ കുറവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MCF വിപുലീകരിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ വിപുലീകരണ കെട്ടിടത്തിനായി 18 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ MCF വിപുലീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വേസ്റ്റ് 22 വാർഡുകളിലും അതിഗംഭീരമായിട്ടുള്ള വേസ്റ്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ MCFൽ ഒതുങ്ങുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു MCF വിപുലീകരണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ 18 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർ K അശോകൻ, സെക്രട്ടറി ഷേർലി, ഹെൽത്ത് സൂപ്പർവൈസർ പാർവതി, വിപിൻലാൽ, അനീഷ് എന്നിവർ സംസാരിച്ചു. 1200 സ്ക്വയർ ഫീറ്റിലെ ഒറ്റനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. മാലിന്യം ഇവിടെ തന്നെ വേർതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വേണ്ടി ആധുനിക രീതിയിലുള്ള ഒരു പുതിയ യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. യൂണിറ്റിലേക്ക് ബെയിലിംഗ് മെഷീൻ വാങ്ങുന്നതിനായി 5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലത്ത് ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം നടന്നു. PV കുഞ്ഞുണ്ണി നായർ സ്മാരക ഹാളിൽ ചേർന്ന സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം റോയ് K ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രതിഷേധമാണെങ്കിലും സർക്കാർ അതിനൊരു വീണ്ടും ഒരു ഉപസമിതിയെ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. ഉപസമിതിയുടെ റിപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെയും നമ്മുടെ ആ സംഘടിത ശക്തിയുടെ ബലമായിട്ട് തന്നെയാണ് ഈ ബജറ്റിൽ പങ്കാളിത്ത പെൻഷൻ തത്വത്തിൽ പിൻവലിച്ചിരിക്കുന്നു എന്ന് സർക്കാർ ബജറ്റിൽ പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്നോട്ടില്ല. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചു ബജറ്റിൽ പറയുന്നുണ്ടെങ്കിലും അതിനൊരു വ്യക്തമായ ഓർഡർ ഉണ്ടാകണം. ചടങ്ങിൽ ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് K പ്രഭുകുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം US ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. JCSSO ജില്ലാ സെക്രട്ടറി PD അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി K കേശവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അനൂപ് സിംഗ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സജിത രക്തസാക്ഷി പ്രമേയവും അഭിജിത്ത് അജയൻ അനുശോചന പ്രമേയവും വായിച്ചു. L സുനി, അനു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റുമാണ് സ്ഥാപിക്കുന്നത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പറളി കടവത്ത് പുഴപ്പാലത്തിന്റെ വീതി കുറവും പാലത്തിൽ തെരുവ് വിളക്കില്ലാത്തതിനാലും വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയും പാലത്തിലെ കൂരിരുട്ടുമാണ് അപകടത്തിന്റെ പ്രധാന കാരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് MP ഫണ്ടിൽ നിന്നും ലൈറ്റുകൾ അനുവദിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. നിലവിൽ പറളി കടവത്ത് പുഴപ്പാലത്തിന്റെ 2 അറ്റങ്ങളിലുമാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ. വാഹന പാർക്കിംഗ് മൂലം ഗ്രൗണ്ട് ചെളിക്കുളമായെന്ന് പരാതിയുമായി പ്രദേശവാസികൾ. വ്യാഴാഴ്ചകളിൽ വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങളിലേറെയും വാണിയംകുളം പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ട് കേടുവരാൻ കാരണമായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വ്യാഴാഴ്ച കന്നുകാലികളെ കയറ്റി വരുന്ന വാഹനങ്ങളും കച്ചവടക്കാരുടെ വാഹനങ്ങളുമാണ് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്. മഴക്കാലമായതോടെ ഗ്രൗണ്ട് ചെളിക്കുളമായി. ഇടയ്ക്ക് ചന്തയിൽ തിരക്ക് കൂടുമ്പോൾ ഗ്രൗണ്ടിൽ ചന്തയും നടത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ചുറ്റും മതിൽ കെട്ടി പഞ്ചായത്ത് ഭരണസമിതി ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിരത്തുകൾ ആരോഗ്യ സൗഹൃദമാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സൈക്കിൾ ട്രാക്ക് നടപ്പാത പദ്ധതി പാളി. വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ നിർമ്മിക്കാൻ തീരുമാനിച്ച ട്രാക്ക് നടപ്പാത പദ്ധതിയാണ് അധികൃതരുടെ നിരുത്തരവാദിത്തത്തിൽ നിലച്ചുപോയത്. സൈക്ലിംഗ് പരിശീലിക്കുന്നവർക്കും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തം ശീലമാക്കിയവർക്കും ഏറെ ഉപകാരപ്രദമായ പദ്ധതിയാണ് പാതിവഴിയിൽ മുടങ്ങിപ്പോയത്. പദ്ധതി പാതിവഴിയിൽ നിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടതോടെ ട്രാക്കിലും നടപ്പാതയിലും പലയിടങ്ങളിലും പൊന്തക്കാടും ചെളിവെള്ളവും നിറഞ്ഞുകിടക്കുകയാണ്. വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ ആരംഭിച്ച സ്വപ്ന പദ്ധതി 2ാം ഘട്ടമായ മലമ്പുഴ ഉദ്യാനം വരെ നീട്ടാനും പരിപാടിയുണ്ടായിരുന്നു. ഫണ്ടിൻ്റെ അഭാവം മൂലമാണ് പണി നിലച്ചത്.
ഇനി പണി പുനരാരംഭിക്കണമെങ്കിൽ കരാർ പുതുക്കേണ്ടി വരും. ഇത് വലിയ കടമ്പയാണ്. പല ഭാഗങ്ങളിലും നടപ്പാതകൾ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. മറ്റു ചില ഭാഗങ്ങൾ വഴിയോര കച്ചവടക്കാർ കൈയടക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷൻ പാലക്കാട് പീരായിരിയിൽ തുടക്കം. ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ജയൻ ശിവപുരം എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 23 വരെ പിരായിരി കണ്ണങ്കോട്ടുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷൻ നടക്കുക. 38 ചിത്രകാരന്മാരുടെ 152 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സംവിധായകനും ചിത്രകാരനുമായ ജയൻ ശിവപുരം മെഗാ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു കലാകാരന്റെ പരമാവധി പരിശ്രമം ജലഛായ ചിത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരാശയിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ വളരെ ഗംഭീരമാകുമെന്ന് കരുതി ഉണ്ടാക്കുന്ന ഒരു വർക്ക് തകർന്നു പോയി കൊടും നിരാശയിലേക്കും പോകാനൊരു സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ വലിയ ചിത്രകാരന്മാരാണ് ഇരിക്കുന്നത്. എനിക്കറിയാം, ഈ ഓയിൽ പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ അക്രിലിക്കിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് പിഴച്ചു പോയാലും അതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളും അക്രിലിക്കിലും ഓയിൽ കളറിലും ഒക്കെ ഉണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് അതിനകത്തേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അറിയാം. അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തി റിസൾട്ടിലേക്ക് എത്തിക്കാം. പക്ഷെ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഒരു അതീന്ദ്രിയമായ ദൈവത്തിന്റെ എന്തോ ഒരു ഇടപെടൽ കൂടിയുള്ള ഒരു സാധനമാണ്. അത് ചിലപ്പോൾ കലാകാരനെ അതിശയിപ്പിക്കും, ചിലപ്പോൾ കലാകാരനെ നിരാശയാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകിച്ചും ഈ ലൂസ് വാട്ടർ കളറിന്റെ ഒരു പാറ്റേൺ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൗന്ദര്യം, അത് വർണ്ണിക്കാനാവാത്തൊരു സൗന്ദര്യമാണ് തീർച്ചയായും. ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി കേരള ഘടകം കോർഡിനേറ്റർ ശബരിഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ശങ്കരനുണ്ണി സ്വാഗതം പറഞ്ഞു. NC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. P മോഹൻകുമാർ, R രാജേഷ്, വിശ്വനാഥൻ മാസ്റ്റർ, കൃഷ്ണൻ മല്ലിശ്ശേരി, JP ഈശ്വർ, രഘുമേനോൻ, രാജേന്ദ്രൻ വടക്കേപ്പാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷന് മുന്നോടിയായാണ് IWS കേരളത്തിൽ എക്സിബിഷൻ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന ബേബി ഷക്കീലയ്ക്ക് സഹായഹസ്തവുമായി കുടുംബശ്രീ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ 20ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ സമാഹരിച്ച തുക യൂണിറ്റ് ഭാരവാഹികൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖിന് കൈമാറി. മണ്ണൂർ കിഴക്കമ്പുറം അംഗൻവാടിയിൽ വെച്ചായിരുന്നു 5-ാം വാർഡിലെ 20ഓളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ തുക സമാഹരിച്ച് കൈമാറിയത്. മണ്ണൂർ സ്വദേശിനിയായ ബേബി ഷക്കീലയുടെ ചികിത്സയ്ക്കായി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ യൂണിറ്റും സഹായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ സഹായങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സഹായനിധി ചെയർമാനെയും ഏൽപ്പിച്ചു വരുന്നുമുണ്ട്. ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയാണ് ആവശ്യം. കുടുംബശ്രീയുടെ സഹായം മാതൃകയാണെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. ഇന്ന് ഒത്തുചേർന്ന് അവരിൽ കഴിയുന്ന സഹായം അവർ ബേബി ഷക്കീലയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റിയോട് ഏൽപ്പിക്കുകയാണ്. മണ്ണൂരിൽ മനുഷ്യത്വം, നമ്മുടെ നാടിൽ മനുഷ്യത്വം ഇല്ലാതായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മണ്ണൂർ കൊട്ടക്കുന്ന് പള്ളി സ്വരൂപിച്ച സഹായം പള്ളി ഭാരവാഹികൾ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതയെയും ഏൽപ്പിച്ചു. അക്കൗണ്ട് തുടങ്ങി ചികിത്സാ സഹായ പ്രവർത്തനം ഊർജിതമാക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. BU സെൻട്രൽ ജയിലിൽ തടവുകാരനിൽ നിന്ന് ഫോൺ പിടികൂടി. ഫോൺ പിടിച്ചത് ലഹരിക്കടത്ത് കേസിൽ ശിക്ഷിക്കപ്പെട്ട എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി അനീഷിന്റെ പക്കൽ നിന്ന്. ഫോൺ എങ്ങനെ സെല്ലിലെത്തിയെന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. കൂനത്തര കവളപ്പാറ പാതയോരത്തെ വയലിൽ കക്കൂസ് മാലിന്യം. വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ രാത്രിയിൽ. അസഹ്യമായ ദുർഗന്ധം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികളുടൻ പിടിയിലാകുമെന്ന് സൂചന. വാഹനാപകടങ്ങൾ പതിവായ പറളി കടവത്ത് പുഴപ്പാലത്തിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയായി. വിളക്കുകൾ സ്ഥാപിക്കുക MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുപയോഗിച്ച്. 8 മിനിമാസ് ലൈറ്റുകളും ഒരു ഹൈമാസ് ലൈറ്റും സ്ഥാപിക്കും. വാണിയംകുളം ചന്തയിലെത്തുന്ന വാഹനങ്ങൾ സമീപത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. അനധികൃത വാഹന പാർക്കിംഗ് മൂലം ചെളിക്കുളമായ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയെന്ന് പരാതി. മൈതാനം മതിൽ കെട്ടി സംരക്ഷിക്കാൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ. നിരത്തുകൾ ആരോഗ്യ സൗഹൃദമാക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സൈക്കിൾ ട്രാക്ക് നടപ്പാത പദ്ധതി പാളി.
പാലക്കാട്ട് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതി നിലച്ചത് അധികൃതരുടെ നിരുത്തരവാദ സമീപനം മൂലം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.